ഒരു നിമിഷം നിറകതിർ പോലെ തനിക്ക് മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ ഒന്ന് കണ്ണിമ വയ്ക്കാതെ രുദ്രൻ നോക്കി നിന്നുപോയി. ഇന്നുവരെയും കണ്ടിട്ടുള്ള അനേകം പെൺകുട്ടികളിൽ നിന്നും വേറിട്ട് നിൽക്കാൻ മാത്രം എന്ത് പ്രത്യേകതയാണ് ഈ ഒരുവൾക്കുള്ളത്? ആരെയും മയക്കാൻ പോന്ന വടിവുകളുള്ള അവളുടെ മേനിയാണോ, അതോ അപാര സൗന്ദര്യമുള്ള അവളുടെ കുഞ്ഞു മുഖമോ? രുദ്രൻ പെട്ടെന്ന് താനൊരു വേഷയെ പറ്റിയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നോർക്കവേ ഒന്ന് തലകുടഞ്ഞുകൊണ്ട് അവജ്ഞയിൽ അവളെ നോക്കി. ഓരോ പുരുഷനെയും വലിച്ചെടുക്കാൻ കഴിവുള്ളത് കൊണ്ടാണല്ലേ ഇത്രയും അധികം പേര് അവളുടെ കൂടെ? ഛേ! നിദ്ര പക്ഷേ തന്നെ ആർദ്രമായി നോക്കി നിൽക്കുന്ന രുദ്രനെ കണ്ട് പകച്ച് മുഖം താഴ്ത്തി നിന്നു. പെട്ടെന്നുണ്ടായ ഭാവപകർച്ച നിദ്ര കണ്ടിരുന്നില്ല. കൊള്ളാം, സുന്ദരിയായിരിക്കുന്നു. നിനക്ക് ഏത് വേഷവും നന്നായി ചേരും. അവളുടെ അടുത്തേക്ക് നടന്നെത്തിയ രുദ്രന്റെ ശ്വാസം രുദ്രനും തല താഴ്ത്തിയതും നിദ്രയുടെ കവളിൽ പതിഞ്ഞു. ഞെട്ടലോടെ പിന്നിലേക്ക് മാറാൻ തുടങ്ങിയ നിദ്രയുടെ അരക്കെട്ടിൽ കൈ ചേർത്ത് വലിച്ചടുപ്പിച്ച് നിർത്തിക്കൊണ്ട് രുദ്രൻ അവളുടെ കഴുത്തിൽ വിരൽ കൊണ്ട് തലോടി. നിദ്ര ഞെട്ടിപ്പിടയുന്നത് കണ്ണുകളോട് അവൻ നോക്കി. എന്താണ് അവൻ്റെ ഭാവമെന്നോ വിചാരമെന്നോ ഒന്നും അവൾക്ക് ഊഹിക്കാമായിരുന്നില്ല. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് മൈ സ്വീറ്റ് വൈഫി? കാതരമായ സ്വരത്തിൽ രുദ്രൻ വിളിക്കുന്നത് കേട്ട് നിദ്ര ഒരു വേള അവനെ പകച്ചു നോക്കി. എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നവരാണ് ഇങ്ങനെ പേടിക്കുക എന്നാണ്. നീ എന്ത് കള്ളമാണ് ചെയ്തത്? അവൻ്റെ വാക്കുകളിലെ ദ്വയാർത്ഥം തിരിച്ചറിഞ്ഞ നിദ്ര വെറുപ്പിൽ മുഖം വെട്ടിച്ചു കളഞ്ഞു. രുദ്രൻ ബലമായി അവളുടെ കവിളുകളിൽ കൈക്കുത്തി പിടിച്ചുകൊണ്ട് ആ മുഖം അവന് നേർക്കെ തിരിച്ചപ്പോൾ നിദ്ര കണ്ണുകൾ ഇറുക്കി അടച്ച് കഴിഞ്ഞിരുന്നു. അത് അവനിലെ വെറുപ്പിനെ ആളി കത്തിച്ചു. എന്തായാലും നീ നേടി അല്ലേ ഈ രുദ്രദേവ് മഹേശ്വർ എന്ന സ്റ്റാറിനെ? നിന്റെ കഴിവ് അപാരം. അതിനുവേണ്ടി ഇത്രയൊക്കെ കളിച്ച നിന്നെ ഞാൻ അംഗീകരിക്കുന്നു. നിദ്രയിൽ നിന്നും വേറിട്ട കൈകൾ രണ്ടും അടിച്ച് രുദ്രൻ ശബ്ദമുണ്ടാക്കി അവളെ അഭിനന്ദിക്കുന്നത് പോലെ അഭിനയിച്ചു. നിദ്ര ജാഗരൂകയായി നിൽക്കുകയായിരുന്നു. എന്തായാലും നീ നടക്കുന്നതിന് ഒരു മുഴം മുന്നേ നീട്ടിയെറിഞ്ഞിരിക്കും ഈ രുദ്രൻ, അത് നീ ഓർത്തോ? അവൾക്ക് നേരെ ചൂണ്ടുവിരൽ വിറപ്പിച്ച് രുദ്രൻ പറയുന്നത് കേട്ടപ്പോൾ നിദ്രയ്ക്ക് അകാരണമായ ഒരു ഭയം ഉളവായി. നിദ്ര അസ്വസ്ഥതയോടെ കട്ടിൽ ചെന്നിരുന്നു കൊണ്ട് കൈകൾ രണ്ടും ബെഡിൽ അമർത്തി പിടിച്ചു. പെട്ടെന്ന് രുദ്രൻ ഒരു നീണ്ട പേപ്പർ എടുത്ത് കട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. പേപ്പറുകൾ അവളുടെ ചുറ്റുമായി പാറി വീണത് നോക്കി നിദ്ര ഒന്ന് ഞെട്ടി. ആ പേപ്പറുകളിൽ സൈൻ ചെയ്യത് രുദ്രൻ ആവശ്യപ്പെട്ടപ്പോൾ നിദ്ര അവനെ പകപ്പോടെ ഒന്ന് നോക്കി. എന്തിന്? ഇറ്റ്സ് എ കോൺട്രാക്റ്റ്. രുദ്രൻ എന്ന ഫിലിം സ്റ്റാറിൻ്റെ ഭാര്യയായി 1 വർഷം മാത്രമേ നീ ഉണ്ടാകൂ. കോൺട്രാക്റ്റ് അവസാനിക്കുന്ന ദിവസം സ്വമേധയാ നീ എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയിക്കോളാമെന്നുള്ള കരാറ്. രുദ്രൻ പറയുന്നത് അവിശ്വസനീയതയോടെ നിദ്ര കേട്ടു. ഇതുപോലൊരു വ്യവസ്ഥയെപ്പറ്റി ആദ്യമായി അറിയുന്ന നിദ്ര പകച്ചു പോയിരുന്നു. 1 വർഷത്തെ ദാമ്പത്യ ജീവിതമോ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞെട്ടലോടെ നിദ്ര അവനെ നോക്കി. നീ പേടിക്കേണ്ട, ഒരു വിവാഹമോചനം കഴിയുമ്പോൾ കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും തന്നുകൊണ്ടിരിക്കും ഞാൻ നിന്നെ പറഞ്ഞയക്കുക. അതുകൊണ്ട് നിനക്ക് യാതൊരു നഷ്ടവും ഉണ്ടാകില്ല. പിന്നെ ഒരു ഭാര്യ എടുക്കുന്ന സാധാരണ പണികളും നീ എടുക്കണ്ട. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? വെറുപ്പോടെ നിദ്ര അവനിൽ നിന്ന് മുഖം വെട്ടിച്ചു. ആളിക്കത്തുന്ന ദേഷ്യത്തോടെ രുദ്രൻ പാഞ്ഞു വന്നുകൊണ്ട് അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. അവളുടെ കവിളിനെ നനച്ചുകൊണ്ട് 2 ചിമിഴിനീർ താഴേക്ക് പതിച്ചു. എന്താടി ഇത്ര അന്ന് ഹോട്ടൽ വെച്ച് എനിക്കിട്ട് പണിയാൻ വരുമ്പോൾ നിനക്കതിൽ ഈ വൃത്തികേട് തോന്നിയില്ലേ? പിന്നെ എന്തിനാടി ഈ നാടകം? രുദ്രൻ സർവശക്തി ഉപയോഗിച്ച് അവളുടെ കവിളിനെ ഞെരിച്ചുകൊണ്ടിരുന്നു. ചുവന്നു വരുന്ന കവിൾ തടങ്ങൾ കണ്ടതും രുദ്രൻ പെട്ടെന്ന് കൈ വലിച്ചു. പാർട്ടി ഉള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ നിന്നെ? അരിശത്തോടെ രുദ്രൻ അലറി. ഞെട്ടലോടെ നിദ്ര പിന്നിലേക്ക് നിരങ്ങി നീങ്ങി. മര്യാദയ്ക്ക് ഒപ്പിട്ടോ, 1 വർഷം ഞാൻ നിന്നെ സഹായിക്കും. പിന്നെ എൻ്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങാനാണ് പരിപാടിയെങ്കിൽ മോളെ വെച്ചേക്കില്ല ഞാൻ നിന്നെ ജീവനോടെ. അവളുടെ നേർക്ക് പേനെറിഞ്ഞു കൊടുത്തുകൊണ്ട് രുദ്രൻ അലറി. പേന അവളുടെ ചുമലിൽ തട്ടി കിടക്കയിൽ വീണ് നിശ്ചലമായി. കണ്ണുനീർ കുതിർന്ന കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിട്ടും നിദ്ര പേന കൈയിലെടുത്ത് പിടിച്ചു. ഒരു വാശി പോലെ അവൾ ആ ചിതറി വീണ പേപ്പറുകൾ വലിച്ചു വാരി അടുത്തുകൂടെ കൂട്ടിയൊരു ഭ്രാന്തിയെ പോലെ. രുദ്രൻ പറഞ്ഞിടത്തെല്ലാം നിദ്ര സൈൻ ചെയ്തു കൊടുത്തു. 1 വർഷം കഴിഞ്ഞാൽ ഈ ജയിൽ ജീവിതം അവസാനിച്ച് മുക്തി കിട്ടുമെങ്കിൽ അങ്ങനെയാകട്ടെ എന്ന് അവളും കരുതി. എഴുന്നേറ്റ് നിന്ന് പേപ്പറും പേനയും രുദ്രൻ്റെ നെഞ്ചിലേക്ക് തള്ളി വെച്ചു കൊടുത്തു നിദ്ര. അവളുടെ കൈയടക്കം രുദ്രൻ അത് കൂട്ടിപ്പിടിച്ചു നിന്നു. ഞാനായിട്ട് നിങ്ങളെ ഒരു വിധത്തിലും ഉപദ്രവിച്ചിട്ടില്ല. നിങ്ങൾക്കത് എന്നെങ്കിലും മനസ്സിലാകും. അന്ന് ഞാൻ ഉണ്ടായി എന്ന് വരില്ല. ഈ ഭൂമിയിൽ പോലും മാപ്പ് പറയാൻ പോലും കഴിയാത്ത വിധം നിങ്ങൾ ഉരുകും.
നിദ്ര കരച്ചിലോടെ പറഞ്ഞിട്ട് ആ മുറിയുടെ ബാത്റൂമിൽ കയറി വാതിലടച്ച് പൊട്ടിക്കരഞ്ഞു. നിദ്രയുടെ കൈപിടിച്ച് രുദ്രൻ ഓഡിറ്റോറിയത്തിലെ സ്റ്റേജിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നിലയ്ക്കാത്ത ആരവങ്ങൾക്കും ആർപ്പുവിളികൾക്കും ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടുകയായിരുന്നു നിദ്ര. സ്റ്റേജിലെ അലങ്കാരങ്ങൾ കണ്ണഞ്ചിപ്പിക്കും വിധം മനോഹരമായിരുന്നു. അങ്ങിങ്ങായി നിദ്രയും രുദ്രനും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ കട്ടുകൾ. അതിനു ചുറ്റുമായി അവൾ ഇന്ന് വരേക്കും കാണാത്ത തരത്തിലുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. സ്റ്റേജ് മുഴുവൻ മഞ്ഞ നിറത്തിലുള്ള പ്രത്യേകതരം ഇടത്തിലുള്ള വലിപ്പമുള്ള പൂക്കൾ കട്ട പിടിച്ചിട്ടുള്ള അലങ്കാരങ്ങൾ. സിനിമാ താരങ്ങളെ മാത്രം ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു വലിയ ഫംഗ്ഷനായിരുന്നു അത്. വെള്ളിത്തിരയിൽ മാത്രം കണ്ടു പരിചയമുള്ള ഒരുപാട് മുഖങ്ങളെ തൊട്ടരികിൽ കാണുക അത്ഭുതം കൊണ്ടും അമ്പരപ്പ് കൊണ്ടും നിദ്ര വീർപ്പുമുട്ടി. ഒരാശ്രയത്തിനായി ഇടയ്ക്കിടെ അവൾക്ക് നോക്കാനുണ്ടായിരുന്ന ഒരേ ഒരു മുഖം ഗായത്രി ദേവിയുടേതായിരുന്നു. നിദ്ര അങ്കലാപ്പോടെ നോക്കുമ്പോഴെല്ലാം അവർ ഒന്നുമില്ലെന്ന് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് കണ്ണുകൾ ചിമ്മി കാണിക്കും. മനസ്സിലതൊരു മഞ്ഞു കുടഞ്ഞിരുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത്. താങ്ങും തണലുമായി മാറേണ്ട ഒരുവൻ അവളെ അവജ്ഞയോടും നിന്ദയോടും മാത്രം നോക്കി. അവർക്കൊപ്പം നിന്ന് സമ്മാനങ്ങൾ തരാനും ഫോട്ടോ എടുപ്പിക്കാനുമായി വരുന്ന താരങ്ങൾ വളരെ സൗഹാർദ്ദപരമായി സംസാരിക്കുന്നത് മാത്രമായിരുന്നു ഏക ആശ്വാസം. ഇതിനെയെല്ലാം ഇടയിൽപ്പെട്ട് ശ്വാസം മുട്ടുന്ന നിദ്രയെ അസൂയ കണ്ണുകളോടെ നോക്കുന്ന അനേകം ജോഡി കണ്ണുകളിൽ മുമ്പിട്ട് നിന്നത് ശരണ്യയുടെയും സത്യഭാമയുടേതുമായിരുന്നു. ഒരു സുന്ദരിയായ പെൺകുട്ടി എടുപ്പോടെ സ്റ്റേജിലേക്ക് കടന്നു വരുന്നത് കണ്ടപ്പോൾ നിദ്ര പെട്ടെന്നൊന്ന് ശ്വാസമെടുക്കാൻ മറന്നു. ഇത് അവളല്ലേ, അന്ന് തനിക്ക് മുന്നിൽ രുദ്രൻ ചുംബിച്ച പെൺകുട്ടി, ജെയിൻ സാറ ഫിലിപ്പ്. അവളുടെ ചുണ്ടുകളിലേക്ക് നോട്ടൻ പായവേ വെറുപ്പ് കൊണ്ട് നിദ്ര മുഖം കുടഞ്ഞു. അവളുടെ കടുത്ത മുഖഭാവം ശ്രദ്ധിച്ച രുദ്രൻ ജെയിൻ സാറയെ കണ്ടപാടെ നിദ്രയ്ക്ക് മുന്നിലായി ഇറുക്കെ പുണർന്നു. നിദ്രയുടെ മുഖം ഇപ്പോൾ കരുനീലിച്ച അവസ്ഥയിലായിരുന്നു. രുദ്രൻ അമർത്തി പിടിച്ച് സാറയുടെ കവിളിൽ ചുംബിക്കുക കൂടി ചെയ്തു. അവളിൽ കൂടുതൽ സമ്മർദ്ദം ഉളവാക്കി. എന്നാ രുദ്ര നമ്മുടെ മാൻഷനിലേക്ക് വരുന്നത്? ഐ റിയലി മിസ് യു. ഇറ്റ്സ് ബീൻ എ വൈൽ. കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് സാറ പറയുന്നത് കേൾക്കെ നിദ്രയ്ക്ക് ഒരേ സമയം അരിശവും വിഷവും തോന്നി. നാളെ തന്നെ ഞാൻ എത്തില്ലേ? ഈ പേരിനുള്ള ചടങ്ങ് മാത്രമല്ലേ ഉള്ളൂ. രുദ്രൻ കുറുകിക്കൊണ്ട് അവളിലേക്ക് ചായുമ്പോൾ നിദ്ര പകച്ചുകൊണ്ട് ചുറ്റും നോക്കുകയായിരുന്നു. ആരെങ്കിലും ഇവരുടെ പ്രകടനങ്ങൾ കാണുന്നുവോ എന്നുള്ള ഭയമായിരുന്നു അവളിൽ തങ്ങി നിന്നിരുന്നത്. ചുരുക്കം ചില ഫോട്ടോഗ്രാഫർ മാത്രമല്ലാതെ മറ്റുള്ളവരെല്ലാം പാർട്ടിയിൽ മായികതയിൽ മുഴുകി നടക്കുന്ന തിരക്കിലായിരുന്നു. പലർക്കും മുന്നിൽ അഭിനയിച്ചും ചിരിച്ചുമെല്ലാം നിദ്ര വശം കെട്ടിയിരുന്നു. ഇതെങ്ങനെയും ഒന്ന് അവസാനിച്ചെങ്കിൽ എന്ന് നിദ്ര ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. നിന്ന് തളർന്നപ്പോൾ അമ്മ ഇടയ്ക്കിടെ വന്ന് അവൾക്ക് ജ്യൂസും വെള്ളവും എല്ലാം നൽകിയിരുന്നു. മറ്റാരെയും അതിനായി ഏൽപ്പിക്കാതെ ഗായത്രി ദേവി തന്നെ അതെല്ലാം വേണ്ട വിധം ചെയ്യുമ്പോൾ നിദ്രയ്ക്ക് തൻ്റെ കൂടെയും ആരെല്ലാമോ ഉണ്ടെന്നുള്ള തോന്നൽ ഇടയ്ക്കിടെ മിന്നിമറഞ്ഞു. അവസാനം പാർട്ടി അവസാനിച്ച ആളും ആരവും ഒഴിഞ്ഞപ്പോഴാണ് അവർക്കൊന്ന് ഭക്ഷണം കഴിക്കാനായത്. അപ്പോഴേക്കും അവളുടെ വിശപ്പ് കൊണ്ടിരുന്ന രുദ്രൻ പിന്നെയും ആരെല്ലാമൊക്കെയായി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഗായത്രി ദേവി വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. ഇതാണ് മോളെ നിങ്ങളുടെ മുറി. നിനക്കുള്ള എല്ലാ വസ്ത്രങ്ങളും ആ ഷെൽഫിൽ കാണും കേട്ടോ. അമ്മ ഇപ്പോൾ വരാം, മോളൊന്ന് ഫ്രഷായി റെസ്റ്റ് എടുക്ക്. അവളുടെ കവിളിൽ തട്ടി പറഞ്ഞുകൊണ്ട് ഗായത്രി ദേവി മുറിയിൽ നിന്ന് പോയപ്പോൾ നിദ്ര പിന്നെയും തനിച്ചായി. അവൾക്ക് തോന്നി മൊത്തത്തിലൊരു മരവിപ്പായിരുന്നു. ഭയത്തേക്കാൾ അവളെ ഭരിച്ചിരുന്നത് വികാരം. 2-3 മുറികളുടെ വലിപ്പമുള്ള ഒറ്റമുറിയായിരുന്നു അത്. വെള്ള നിറത്തിലും ഓഫ് വൈറ്റ് നിറത്തിലുമുള്ള വിരികളും കർട്ടനുകളും മുറിയെ വളരെ ആകർഷണീയമായി തീർത്തു. ഒത്ത നടുക്കായി വിരിച്ചിരിക്കുന്ന കട്ടിൽ ഒരേ സമയം 4-5 പേർക്ക് സുഖമായി ഉറങ്ങാൻ തരത്തിലുള്ളതാണെന്ന് അവൾക്ക് തോന്നി. വസ്ത്രമെടുക്കാൻ വേണ്ടി ഷെൽഫ് തുറക്കാൻ നോക്കിയപ്പോൾ അവൾക്കതിന് കഴിയുന്നില്ലായിരുന്നു. നല്ല ബലത്തിൽ അടച്ചു വെച്ചിരിക്കുന്ന ഷെൽഫ് വല്ലാതെ ക്ഷീണിച്ചത് കൊണ്ടാകാമെന്നോർത്ത് നിദ്ര ബാത്റൂമിലേക്ക് കയറി. കുളിക്കാൻ വേണ്ടി ഷവർ ഓൺ ചെയ്യാൻ തന്നെ നിദ്ര വളരെ പണിപ്പെട്ടു പോയി. ആ വീട്ടിലെ ആധുനിക സൗകര്യങ്ങൾക്കൊക്കെയും അവൾക്ക് പുതുമ നിറഞ്ഞതായിരുന്നു. തല തണുക്കെ ഒന്ന് കുളിച്ചപ്പോൾ അവൾക്ക് വല്ലാത്ത ആശ്വാസം അനുഭവപ്പെട്ടു. കുളി കഴിഞ്ഞ് തിരികെ ഇറങ്ങിയപ്പോൾ പതിവില്ലാത്തൊരു ഉന്മേഷവും ഊർജവും തോന്നിയിരുന്നു. ഷെൽഫ് സർവ്വശക്തിയും എടുത്ത് വലിച്ചു തുറന്നപ്പോൾ അതിനുള്ളിൽ നിറയെ സാരിയും ബ്ലൗസുമായിരുന്നു. ഒരു റാക്ക് മുഴുവൻ. മറ്റുള്ളവ അവൾക്ക് തുറന്നു നോക്കാനുള്ള ശക്തിയില്ലായിരുന്നു. കയ്യിൽ കിട്ടിയ ഒരെണ്ണം വലിച്ചെടുത്ത് നിദ്ര കട്ടിലേക്കിട്ടു. ഒരു മഞ്ഞയും വെള്ളയും ഇടകലർന്ന ഷിഫോൺ സാരി ആയിരുന്നു അത്. ബ്ലൗസ് ഇട്ടപ്പോൾ നിദ്ര ഞെട്ടി. സ്ലീവ്ലെസ് ആയിരുന്നു അത്. പിന്നെയും താല്പര്യമില്ലാത്ത ശരീരം ദൃശ്യമാകുന്ന തരം വസ്ത്രം ധരിക്കാനുള്ള മടി കൊണ്ട് നിദ്ര മറ്റൊന്നിനായി തിരഞ്ഞു. പക്ഷേ അവളെ ഞെട്ടിച്ചുകൊണ്ട് എല്ലാ ബ്ലൗസുകളും അത്തരത്തിലുള്ളവയായിരുന്നു.
വളരെ കുറച്ച് പാർട്ടി വെയറുകൾ മാത്രമായിരുന്നു കയ്യിലുള്ളവുണ്ടായിരുന്നത്. അതെല്ലാം പട്ടുസാരി. ഒരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ നിദ്ര ഒരു സാരി തന്നെ ചുറ്റിക്കൊണ്ട് കണ്ണാടിയിൽ മുന്നിലിരിക്കുന്ന ഒരു ചെറിയ ചെയറിൽ ചെന്നിരുന്നു. വളരെ മനോഹരമായ ആ സാരി അവളിൽ പറ്റിച്ചേർന്ന് കിടന്നിരുന്നു. അതിൻ്റെ തലപ്പ് നിദ്ര ഒഴുകുന്ന മാറിൽ അങ്ങനെ വിടർത്തിയിട്ടു. ടേബിൾ ഡ്രോയിൽ നിന്നും അതിൽ ചേർന്നൊരു മഞ്ഞ പൊട്ടുകുത്തി നനവുള്ള നീളൻ മുടി വിടർത്തിയിട്ട് നിദ്ര ഒന്ന് നെടുവേർപ്പെട്ടു. കണ്ണാടിയിൽ തനിക്ക് പിന്നിലായി ഒരു രൂപം തെളിഞ്ഞത് കണ്ട് ഞെട്ടലോടെ നിദ്ര എഴുന്നേറ്റു മാറി. രുദ്രനായിരുന്നു അത്. രുദ്രൻ തന്നെ നോക്കുന്നതറിഞ്ഞ് നിദ്ര ഭയത്തോടെ മുഖം കുനിച്ചു നിന്നു. കണ്ണിമ വെട്ടാതെ അവളുടെ സൗന്ദര്യം കണ്ണുകളാൽ ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു രുദ്രൻ. അവളുടെ കഴുത്തിലും ദേഹത്തും അങ്ങിങ്ങായി കാണപ്പെട്ട് തിളങ്ങുന്ന വെള്ളത്തുള്ളികളിലേക്ക് കൊതിയോടെ നോക്കുമ്പോൾ സ്വയം നഷ്ടപ്പെടുന്നതായി തോന്നി അവന്. ബാത്റൂമിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ കിടക്കയിൽ വിരിച്ച റോസാ പുഷ്പങ്ങളും ടവൽ കൊണ്ടുണ്ടാക്കിയ അരയന്നങ്ങളുടെ രൂപവും നിദ്ര ശ്രദ്ധിച്ചിരുന്നു. ആദ്യരാത്രി എന്നോർക്കെ തന്നെ അവൾക്ക് ഭയം തോന്നി. ശരീരത്തോട് പറ്റിച്ചേർന്ന് കിടന്നിരുന്ന ഷിഫോൺ സാരിയിൽ അവളുടെ അഴകളവുകൾ എടുത്ത് കാണാമായിരുന്നു. മെലിഞ്ഞ് കൊലുന്നനെയുള്ള അവളുടെ ചുമലുകൾ വെണ്ണക്കല്ല് പോലെ തിളങ്ങുന്നതായി രുദ്രന് തോന്നി. രുദ്രൻ്റെ ലജ്ജിപ്പിക്കും വിധമുള്ള നോട്ടത്തിൽ നിദ്ര തളർന്നു പോകുന്നത് അവൾ അറിഞ്ഞു. അവളുടെ ചുണ്ടിന് മുകളിൽ വിയർപ്പ് പൊടിഞ്ഞ് തിളങ്ങുന്നത് രുദ്രൻ കൗതുകത്തോടെ കണ്ടു നിന്നു. ഇതുവരെയും സാറയിൽ പോലും തോന്നാത്ത രീതിയിലുള്ളൊരു ഭ്രമം അവളോട് എന്തുകൊണ്ടാണ് തോന്നുന്നത് എന്ന് രുദ്രൻ അതിശയത്തോടെ ഓർത്തുകൊണ്ട് അവളിലേക്ക് അടുത്തപ്പോൾ നിദ്ര മുഖം കുനിച്ചുകൊണ്ട് തന്നെ നീങ്ങി നിൽക്കാൻ ശ്രമം നടത്തി. രുദ്രൻ പൊടുന്നനെ അവളെ അരക്കെട്ടിൽ കൈ ചേർത്ത് പിടിച്ച് തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. അവൻ്റെ പൊള്ളുന്ന ശ്വാസം അവളുടെ ആദരങ്ങളിൽ വീണപ്പോൾ നിദ്ര ഞെട്ടിപ്പിടയുന്ന കണ്ണുകളോടെ രുദ്രനെ നോക്കി. സ്വയം അവളിൽ നഷ്ടമാകും പോലെയാണ് രുദ്രന് തോന്നിയത്. നഗ്നമായ അണിവയറിൽ അവൻ്റെ കൈ എക്കിളി പടർത്തുമ്പോൾ നിദ്ര പൊള്ളിപ്പിടഞ്ഞു. പതിയെ അവളിലേക്ക് ചുണ്ടുകൾ ചേർക്കാൻ അവൻ്റെ മനസ്സ് വെമ്പി. നിദ്ര പകച്ചുകൊണ്ട് തള്ളിപ്പിടഞ്ഞ് ഇരു കൈകളും അവനെ തള്ളി മാറ്റി. കിതപ്പോടെ രുദ്രൻ പിൻവാങ്ങിയതും നിദ്ര കത്തുന്ന കണ്ണുകളുമായി അവനെ നേരിട്ടു. കടഞ്ഞെടുത്തൊരു സാലപഞ്ചിക പോലെ ഒരു പെൺകൊടി എന്തിനാണ് ഇത്തരം മോശം സ്വഭാവവുമായി ജീവിക്കുന്നത് എന്നോർക്കവേ രുദ്രൻ്റെ മുഖം ചുളിഞ്ഞു. തനിക്ക് മുന്നിൽ നിൽക്കുന്നത് സാറയല്ല, നിദ്രയാണ് എന്ന് സ്വയം ബോധം കൈവരിച്ചുകൊണ്ട് രുദ്രൻ അവളിലേക്കുള്ള പകയുടെ തിരി മനസ്സിൽ ആളി കത്തിച്ചു. തൻ്റെ മനസ്സിലേക്കുള്ള ദൂരം പോലെ തൻ്റെ ശരീരത്തിലേക്കും ദൂരം പാലിക്കണമെന്ന് നിദ്രയുടെ കണ്ണുകൾ പറയാതെ പറയുകയായിരുന്നു അവനോട്. എന്തിനാടി ഇത്രയങ്ങ് പൊള്ളാനും മാത്രം? നിനക്കിതും ഇതിനേക്കാൾ അപ്പുറവും പതിവല്ലേ? പിന്നെ ഞാൻ തൊട്ടാൽ പൊള്ളുമോ? രുദ്രൻ ശബ്ദം കനപ്പിച്ചുകൊണ്ട് അവളോട് മുരണ്ടു. നിദ്ര കത്തുന്ന കണ്ണുകളുമായി അവനെ നോക്കിയെന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. രുദ്രനിൽ നിന്നും നിരന്തരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ട് കേട്ട് അവൾക്കത് ശീലമായി മാറിയിരുന്നു. അത്തരത്തിലൊരു മോശം പെണ്ണാണോ താനെന്ന് നിദ്ര പോലും സംശയിച്ചു തുടങ്ങിപ്പോകുമായിരുന്നു. രുദ്രൻ കൂടെ നിൽക്കുന്ന സമയം അത്രയും. നിദ്ര തന്നിലേക്ക് പിന്നെയും അടുത്തുകൊണ്ടിരിക്കുന്ന രുദ്രനെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് കുതിപ്പോടെ പുറത്തേക്ക് പാഞ്ഞു പുറകെ നിന്നും വാതിലടിച്ച് വാതിൽ ചാരി നിന്ന് കിതച്ചു. അവൾക്ക് പതിവില്ലാത്ത വിധം ജീവിതത്തോട് മടുപ്പ് തോന്നി തുടങ്ങിയ നിമിഷങ്ങളായിരുന്നു അത്. നിദ്ര തന്നിഷ്ടം കാണിച്ചു പോകുന്നത് കണ്ട ദേഷ്യത്തിൽ രുദ്രൻ മുഷ്ടി ചുരുട്ടി ചുമരിൽ ആഞ്ഞടിച്ചു. 2 ഗ്ലാസ് മദ്യമില്ലാതെ ഇന്നീ രാത്രി തനിക്ക് പിടിച്ചു നിൽക്കാനാവില്ലെന്ന സത്യം മനസ്സിലാക്കിയ രുദ്രൻ കുപ്പിയും ഗ്ലാസുമായി ബാൽക്കണി ലക്ഷ്യമാക്കി നടന്നു. നിദ്ര ഗായത്രി ദേവിയെ തിരഞ്ഞ പടികൾ ഇറങ്ങി താഴെ ചെന്നു. ആ വലിയ വീട്ടിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ കണ്ണുമിഴിച്ച് ഹാളിൽ കുറേ നേരത്തേക്ക് നിദ്ര നിന്നുപോയി. പെട്ടെന്നൊരു ശബ്ദം കേട്ടപ്പോൾ നിദ്ര തിരിഞ്ഞു നോക്കി. മഹാദേവനായിരുന്നു അത്. നിദ്രയെ കണ്ടതും അയാളുടെ മുഖത്തൊരു പുച്ഛമോ അവജ്ഞതയോ ആയിരുന്നു തെളിഞ്ഞു കണ്ടത്. അവൾക്ക് വല്ലാത്ത വേദനയുണ്ടായി. ഓർമ്മയുള്ള സമയം മുതൽ അച്ഛനെ കണ്ട പരിചയം അവൾക്കില്ല. ഇവിടെ ഒരു അച്ഛൻ്റെ സ്നേഹം പ്രതീക്ഷിക്കാനും അവൾക്ക് കഴിയില്ലായിരുന്നു. അവളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ആ മനുഷ്യൻ എങ്ങോ പോയപ്പോൾ നിദ്ര പിന്നെയും തനിച്ചായി. വീടിൻ്റെ ഒരു ഭാഗത്ത് ശബ്ദം കേട്ടപ്പോൾ ധൈര്യം സംഭരിച്ചുകൊണ്ട് നിദ്ര അങ്ങോട്ടേക്ക് നടന്നു. അടുക്കളയായിരുന്നു അത്. മോഡേൺ രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ളൊരു കിച്ചൺ. നിദ്ര പതർച്ചയോടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാലുച്ച കേട്ട് ഗായത്രി ദേവി തിരിഞ്ഞു നോക്കി. അവരും 1-2 പണിക്കാരിയോ സ്ത്രീകളും ഉണ്ടായിരുന്നു അവിടെ. ആഹാ, മോൾ ഇങ്ങോട്ട് വന്നോ? ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു. കയ്യിൽ ഒരു പാൽ ഗ്ലാസ് എടുത്തുകൊണ്ട് അവർ അവളുടെ അടുത്തേക്ക് ചെന്നു നിന്നു. അയ്യോ, മോളുടെ മുറിയിലെ സെറ്റിൽ ഞാനൊരു സെറ്റ് മുണ്ട് വെച്ചിരുന്നല്ലോ, നീ അത് കണ്ടില്ലേ? അവളുടെ വേഷവിധാനം കണ്ടതോടെ ഗായത്രി ദേവി ചോദിച്ചു. അവളത് ശ്രദ്ധിച്ചിരുന്നില്ല. സാരമില്ല അമ്മേ, നിദ്ര വെറുതെ പറഞ്ഞു. എന്നാലും ഇന്ന് ആദ്യരാത്രിയല്ലേ മോളെ, സെറ്റുമുണ്ടയ്ക്ക് ഒരു ചടങ്ങ് പോലെ ഉടുക്കാമെന്ന് കരുതിയാണ് ഞാൻ വെച്ചത്.
ഗായത്രി ദേവി ഒരു കള്ളച്ചിരിയോടെ പറയുന്നത് കേട്ടപ്പോൾ അവൾക്ക് സ്വയം നിന്ദ തോന്നി. ആദ്യരാത്രിയിൽ സാധാരണ പെൺകുട്ടികൾക്കുള്ള ഒരു സങ്കല്പങ്ങളും ഇല്ലാത്തവളാണ് താന്. അതിനെല്ലാം പകരം ഭയവും സങ്കോചവുമാണ് മനസ്സിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. നല്ല നിമിഷങ്ങളേക്കാൾ രുദ്രന്റെ കുറ്റപ്പെടുത്തലുകളും പീഡനങ്ങളും നിറഞ്ഞ രാത്രിയാകും തനിക്കിത്. നിദ്ര ഒന്നും പറയാതെ വിമിഷ്ടപ്പെട്ട് നിൽക്കുന്നത് കണ്ട് ഗായത്രി ദേവി കരുതിയത് ആദ്യ രാത്രി എന്ന അവരുടെ പ്രയോഗം അവളിൽ തീർത്തിരുന്ന ലജ്ജയാണെന്നായിരുന്നു. ചിരിയോടെ ഗായത്രി ദേവി അവളുടെ കയ്യിലേക്ക് പാൽ ഗ്ലാസ് വെച്ച് നീട്ടി. അത് അവളുടെ കയ്യിലിരുന്ന് വിറച്ചുകൊണ്ട് 2 തുള്ളി പാൽ താഴേക്ക് തെറിച്ചു. ഇത് കൊണ്ടുപോയിക്കോ മോളെ മുറിയിലേക്ക്. അമ്മേ, ഞാനിന്ന് അമ്മയുടെ കൂടെ കിടന്നോട്ടെ? കണ്ണുകൾ നിറച്ചു വെച്ച് നിദ്ര ചോദിക്കുന്നത് കേട്ട് ഗായത്രി ദേവി കണ്ണുമിഴിച്ച് അവളെ നോക്കി. നിദ്ര വിഷമത്തിൽ തലകുനിച്ചു. എന്താ കുട്ടി ഇത്? ആദ്യം അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നും, ശീലമാകും അത്. നീ ഇങ്ങനെ പേടിക്കാതെ കേട്ടോ. കാര്യമറിയാതെ അവർ അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. വന്നേ, ഞാൻ തന്നെ മുറിയിലേക്ക് ആക്കിത്തരാം നിന്നെ. അവർ അവളെയും കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് കയറി. നിദ്ര വിറക്കുന്ന കാലടികളോട് അമ്മയുടെ ഒപ്പം നടന്നു. അവളെ മുറിയിലേക്ക് കടത്തി വിട്ടുകൊണ്ട് ഗായത്രി ദേവി തിരിഞ്ഞു നടന്നുപോയി. നിദ്ര തുളുമ്പാത്ത പാൽ ഗ്ലാസ് എടുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു. മുറിയിൽ രുദ്രനില്ലെന്ന ആശ്വാസത്തോടെ നിദ്ര കണ്ടു. ഗ്ലാസ് മുറിയിലെ ടേബിളിൽ വെച്ചുകൊണ്ട് നിദ്ര ആശ്വാസത്തോടെ ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് കട്ടിലേക്കിരുന്നു. മുറിയിലെ വായു പോലും വിഷലിപ്തമായതുപോലെ നിദ്ര ശ്വാസം മുട്ടി. അവളുടെ കണ്ണുകൾ ബാൽക്കണിയിലേക്കൊന്ന് പാഞ്ഞപ്പോൾ രുദ്രൻ കയ്യിൽ പിടിച്ച മധ്യ ഗ്ലാസ് കറക്കി രൂക്ഷമായി അവളെ തന്നെ നോക്കി. ഒരു ബീൻ ബാഗിൽ ശരീരഭാരം മുഴുവൻ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിദ്ര കണ്ടു. നിദ്ര വിറച്ചു പോയിരുന്നു.